ഒരു ടൊറോയിഡൽ ട്രാൻസ്ഫോമർ സ്വന്തമായിട്ട് നമുക്കിങ്ങനെ റീവൈൻഡ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഇത്. ഞാനും ഇതേപോലെ എങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി യൂട്യൂബ് തപ്പിയെടുത്തതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഷെയർ ചെയ്യുന്നു. നമ്മൾ ആദ്യം ഒരു ഫ്രെയിമിനകത്ത് നമുക്ക് ആവശ്യമുള്ള ചുറ്റി എടുത്തിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ കോറിനെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുക. ഇതിൽ മെയിനായിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ല. നമുക്കിപ്പോൾ കത്തിപ്പോയ ട്രാൻസ്ഫോമർ റിവൈൻഡ് ചെയ്യാനാണെങ്കിൽ എത്ര ടേൺസ് വേണമെന്നുള്ളതാണ് ആ കാര്യം. അതായത് ഒരു ട്രാൻസ്ഫോമർ വോൾട്ടേജ് കൂട്ടുവാനും കുറയ്ക്കുവാനാണ് ഉപയോഗിക്കുന്നത്. അത് ടേൺസിനെ വേരി ചെയ്താണ് മാറുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു ടേൺസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ തുല്യമായിരിക്കും പ്രൈമറിയിലായാലും സെക്കൻഡറിയിലും. നമ്മൾ സപ്ലൈ കൊടുക്കുന്ന വൈൻഡിങ്ങിന് പ്രൈമറി എന്നും നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നതിന് സെക്കൻഡറി എന്ന് പറയും. അതായത് പ്രൈമറിയിൽ ഒരു ടേണിൽ ഒരു വോൾട്ട് ആണെങ്കിൽ സെക്കൻഡറിയിൽ ഒരു ടേണിൽ ഒരു വോൾട്ട് ആയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 230 വോൾട്ട് കൊടുക്കുന്ന പ്രൈമറിയിൽ 230 ചുറ്റുണ്ടെങ്കിൽ അതിൽ ഒരു ടേണിൽ എത്ര ഒരു വോൾട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രൈമറി 230 ചുറ്റുണ്ടെങ്കിൽ സെക്കൻഡറിയിൽ നമ്മൾ 12 വോൾട്ട് ആണെങ്കിൽ എത്ര 12 ചുറ്റ് മതി. അപ്പോൾ ഈ ചുറ്റിൻ്റെ എണ്ണം തീരെ കുറഞ്ഞാലും പ്രശ്നമുണ്ടാകും. എണ്ണം തീരെ കുറഞ്ഞാൽ അവിടെ കറണ്ട് കൂടുതൽ വന്നിട്ട് കത്തിപ്പോകും. അങ്ങനെ അതിൻ്റെ ഇൻസുലേഷൻ ഫെയിലിയറും വരും. പെട്ടെന്ന് വോൾട്ടേജ് നമ്മൾ അതിൻ്റെ ഇൻസുലേഷൻ തന്നെ ഒരു വോൾട്ടിൻ്റെ റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യം ഇപ്പോൾ നിലവിലുള്ള ഈ നോർമലി ഇത് വരുന്നത് ആംപ്ലിഫയർ, നമ്മൾ സ്റ്റീരിയോ ആംപ്ലിഫയറിന് മൾട്ടി വോൾട്ടേജ് ഒക്കെ വേണ്ടി വരുന്ന ട്രാൻസ്ഫോമറിനാക്കി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. -27 0 +27 അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ പറഞ്ഞതിനായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത്.